ഹേ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് ഞാൻ വന്നിട്ടുള്ളതൊരു വ്ളോഗായിട്ടാണ്. ഇന്നിപ്പം വോട്ടിൻ്റെയൊക്കെ ദിവസമാണ്, ഫ്രൈഡേ ആണ് വരുന്നത്. അപ്പോൾ ഇന്ന് വൈകിട്ടൊന്ന് പുറത്തേക്കൊക്കെ ഇറങ്ങാം, ചെറിയ ഷോപ്പിങ്ങൊക്കെ ചെയ്യാൻ വിചാരിച്ചിട്ട് ഇറങ്ങിയതാണ്. പിന്നെ ഒരു 7 മണിയൊക്കെ ആയപ്പോൾ ഇറങ്ങി. അപ്പോൾ ജസ്റ്റ് ഒന്ന് നമുക്ക് ചായ കുടിക്കാമെന്ന് വിചാരിച്ചു. ചായയല്ല, ചെറിയ എന്തെങ്കിലും സ്നാക്ക് കഴിക്കാൻ വിചാരിച്ചു. ഈവനിങ് ഒന്നും കഴിച്ചിട്ടുണ്ടായിരുന്നില്ല. അപ്പം നേരെ നമ്മൾ ഫ്രൈഡ് വാങ്ങാൻ വേണ്ടിയിട്ട് പോയി. അതിന് മുന്നേ നമ്മൾ പിന്നെ അതിനടുത്ത് അപ്പം കൊത്ത് കിട്ടും നല്ല, അതുണ്ടോയെന്ന് നോക്കാൻ വേണ്ടി പോയത്. അപ്പോൾ അത് ക്ലോസ് ആയിരുന്നു. ഇന്ന് വോട്ടിൻ്റെയൊക്കെ ഡേ ആയതുകൊണ്ടായിരിക്കാം അത് തുറന്നിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ നമ്മൾ നേരത്തെ വിളിച്ച് പറഞ്ഞിട്ട് AFC വീട്ടിനടുത്തുള്ള കുറച്ച് പോകാനുള്ളൂ, AFCയിലേക്ക് പോയി ഓർഡർ ചെയ്തു. കുറേ ടൈം വെയിറ്റ് ചെയ്തതിന് ശേഷം ജ്യൂസ് കിട്ടി, പൈനാപ്പിൾ ജ്യൂസും ചില്ലി സോഡയും പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതിനുശേഷം ഒരു അരമണിക്കൂർ വീണ്ടും വെയിറ്റ് ചെയ്തതിന് ശേഷം ഫ്രൈഡ് കിട്ടി. അങ്ങനെ കിട്ടിയപ്പോൾ തന്നെ നല്ല ചൂടായിരുന്നു, തൊടാൻ പോലും പറ്റുന്നുണ്ടായിരുന്നില്ല. കാരണം കിട്ടിയതേ ഉണ്ടായിരുന്നില്ല, കാരണം ഒരുപാട് ടൈം എടുത്തിട്ട് വെയിറ്റ് ചെയ്ത് കിട്ടിയതുകൊണ്ട് അത് ചൂട് പോവാനുള്ള ഒരു എന്താ പറയുക, ഇത് എനിക്ക് ഉണ്ടായിരുന്നില്ല, തിരക്കായിരുന്നു. അത് കിട്ടിയപ്പോൾ തന്നെ എന്താ പറയുക, AC ഇതിൽ കാണിച്ചിട്ട് തണുപ്പിച്ചിട്ട് എന്താ പറയുക, നമ്മളെ മയോലും മുക്കി, മയും സോസും മിക്സാക്കിയിട്ട് മുക്കി അത് വായിൽ വെച്ചപ്പം വിശന്നിരിക്കുന്ന വയറ്റിലേക്ക് പോയപ്പോൾ എന്തൊരു സുഖമാണെന്നറിയാം. അങ്ങനെ നമ്മൾ ഫ്രൈഡൊക്കെ കഴിച്ച് വീണ്ടും ഷോപ്പിങ്ങിന് വേണ്ടിയിട്ട് തളിപ്പറമ്പിലേക്ക് വിട്ടു. കുറച്ച് ഹൈപ്പർ മാർക്കറ്റിൽ പോകാനുണ്ടായിരുന്നു. എന്നിട്ട് അതിന് മുന്നേ തന്നെ വീട്ടിൻ്റെ അടുത്തുള്ള ഒരു കടയിൽ നിന്ന് കുറച്ച് ഫ്രൂട്ട്സൊക്കെ വാങ്ങി, എന്നിട്ട് വീണ്ടും തളിപ്പറമ്പിലേക്ക് തന്നെ വിട്ടു. മോള് നല്ല കരച്ചിലായിരുന്നു, കാരണം ഉറക്കത്തിൻ്റെ ഒരു ഇതുണ്ടായതുകൊണ്ട് നല്ല കരച്ചിലായിരുന്നു. അതുകൊണ്ട് ഹസ്ബൻഡിൻ്റെ കയ്യിൽ പോകണമെന്ന് പറഞ്ഞിട്ടായിരുന്നു വാശി. അതുകൊണ്ട് ഞാൻ ഡ്രൈവ് ചെയ്തു, ഹസ്ബൻഡിൻ്റെ കയ്യിൽ കുട്ടിയിരുന്നു. അങ്ങനെ നമ്മൾ നേരെ ഫസ്റ്റ് ഷോപ്രിക്സ് എക്സ്പ്രസ്സിലേക്ക് പോകാമെന്നാണ് വിചാരിച്ചത്. പക്ഷേ എന്താ പറയുക, അവിടെ ക്ലോസ് ആയിരുന്നു ഗൈസ്. അങ്ങനെ പെട്ടുപോയി. അതിനുശേഷം കരുതി ഓറഞ്ചിലേക്ക് പോകാമെന്ന്. ഓറഞ്ച് ഹൈപ്പർ മാർക്കറ്റ് തുറന്നിട്ടുണ്ടാവും എന്ന് വിചാരിച്ചു. അവിടേക്ക് പോയി, അവിടെയും ക്ലോസ് ആയിരുന്നു. എന്നിട്ട് ടൗണിൽ പോയി, ഷോപ്രിക്സ് ടൗണിൽ വേറെയുണ്ട്, ഷോപ്രിക്സിൽ പോയി, അവിടെയും ക്ലോസ് ആയിരുന്നു. അങ്ങനെ കുറേ സ്ഥലത്ത് പോയി, എല്ലായിടത്തും ക്ലോസ് ആയിരുന്നു. അങ്ങനെ പെട്ടുപോയി ഗൈസ്, ആകെ പെട്ട്. നമ്മളിങ്ങനെ എന്താ പറയുക, 3G ആയിരിക്കുമായിരുന്നു. എന്താ ചെയ്യാൻ, എവിടെ നിന്നാണ് വാങ്ങാമെന്ന് വിചാരിച്ചു. എന്തായാലും വന്നും പോയി. അങ്ങനെ ഇരിക്കുമ്പം വിചാരിച്ചു നിയർ ബൈ ഹൈപ്പർ മാർക്കറ്റ് തുറക്കുമെന്ന് വിചാരിച്ചു. അങ്ങനെ നമ്മൾ അങ്ങോട്ട് പോകാമെന്ന് വിചാരിച്ചു. അപ്പം നമുക്ക് MRIന്ന് ഫുഡും കഴിക്കാം, അങ്ങനെ ഒരു പ്ലാനിങ്ങിലായിരുന്നു നമ്മൾ പോയിട്ടുണ്ടായിരുന്നത്. പറഞ്ഞ പോലെ തന്നെ നിയർ ബൈ ഹൈപ്പർ മാർക്കറ്റ് ഓപ്പൺ ആയിരുന്നു. പക്ഷേ ഫുഡ് കഴിച്ചു വരുമ്പോഴേക്കും അത് ക്ലോസ് ആയി ഗൈസ്. അങ്ങനെ അവിടെയും പെട്ടു. അപ്പം നേരെ ഫുഡ് കഴിക്കാൻ പോകുന്ന കാഴ്ചയാണ് നിങ്ങൾ ഈ കാണുന്നത്. നേരത്തെ പറഞ്ഞില്ല, എല്ലായിടത്തും ക്ലോസ് ആണെന്ന്, ഷോപ്രിക്സും ഓറഞ്ചും ഒക്കെ. അപ്പോൾ ഇവിടെ ഞാൻ ജസ്റ്റ് ഒന്ന് പാർക്ക് ചെയ്ത് ഇനി എന്ത് ചെയ്യും അല്ലയ്യാന്ന് ഓർത്ത് ഞാനിവിടെ പാർക്ക് ചെയ്തിട്ട് ഇരിക്കുമ്പോഴാണ് ഈ ഒരു വീഡിയോ എടുത്തത്. അങ്ങനെയാണ് എനിക്ക് ഐഡിയ തോന്നിയത്, നിയർ ബൈ ഹൈപ്പർ മാർക്കറ്റിൽ പോവാം, 7th മൈലുള്ള. അപ്പോൾ MRIന്ന് ഫുഡും കഴിക്കാൻ തോന്നിയത്. അങ്ങനെ ഇവിടെ നിന്നാണ് ഞാൻ അങ്ങോട്ടേക്ക് വിടുന്നത്. നേരെ 7 മൈലിലേക്ക് പോയി. അവിടെ നിയർ ബൈ ഹൈപ്പർ മാർക്കറ്റ് ഓപ്പൺ ആയിരുന്നു, ബട്ട് ഫുഡ് കഴിച്ച് വരുമ്പോഴേക്കും ക്ലോസ് ആയിപ്പോയി. അങ്ങനെ നമ്മൾ MRIയിലെത്തി. അവിടുന്ന് ഫുഡ് കഴിക്കാൻ വിചാരിച്ചു. അപ്പോൾ നല്ല തിരക്കുണ്ടായിരുന്നു. ഓൾമോസ്റ്റ് എല്ലാം ക്ലോസ് ആയതുകൊണ്ട് ഇവിടെ നല്ല തിരക്കുണ്ടായിരുന്നു. നമ്മൾ വണ്ടി എങ്ങനെയെങ്കിലും പാർക്ക് ചെയ്യാമെന്ന് വിചാരിച്ച് കുറേ കഷ്ടപ്പെട്ട് ഒരു സൈഡിൽ നിർത്തി. അതിൻ്റെ ഉള്ളിൽ പാർക്കിംഗ് ഫുള്ളായിരുന്നു. അങ്ങനെ രക്ഷപ്പെട്ടു എന്ന് വിചാരിച്ചിട്ട് വണ്ടിയിൽ നിന്ന് ഇറങ്ങി ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട്.
മെല്ലെ ഉള്ളിലേക്ക് നടന്നു. അപ്പോഴും എൻ്റെ മോള് നല്ല വാശിയിലായിരുന്നു. കാരണം ഉറങ്ങിയിട്ട് എഴുന്നേറ്റ് അവളൊരു എന്താ പറയുക, ഒരു നല്ല മൂഡായിരുന്നില്ല. എന്നിട്ട് എന്താ ഓർഡർ ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പം നേരത്തെ ഞാൻ മാത്രമായിരുന്നു KFC ഫ്രൈഡ് കഴിച്ചിട്ടുണ്ടായിരുന്നത്. അതിൻ്റെ ക്ഷീണത്തിൽ എനിക്ക് ഫുഡൊന്നും വേണ്ടായിരുന്നു. ഞാനൊരു ടെൻഡർ ഷെയ്ക്കും ഒരു എന്താ പറയുക വാട്ടർമെലൺ ജ്യൂസും മാത്രമേ പറഞ്ഞിട്ടുണ്ടായിരുന്നുള്ളൂ. ഹസ്ബൻഡ് പറഞ്ഞത് വെള്ളയപ്പും നല്ല മാങ്ങ ഇട്ട മീൻ കറിയായിരുന്നു പറഞ്ഞത്. പിന്നെ ബേബിക്ക് വേണ്ടിയിട്ട് ഒരു ചെറിയൊരു പത്തൽ വാങ്ങിയിട്ടുണ്ടായി. അവളത് കഴിച്ചിട്ടൊന്നുമില്ല. ഞാൻ അവൾക്ക് ഇട്ട് കൊടുത്തിട്ട് അവൾ കഴിച്ചിട്ടില്ല. അങ്ങനെ ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞു. നമ്മൾ ഫുഡ് കഴിച്ച് ഇറങ്ങിയിട്ട് നേരെ വീട്ടിലേക്കാണ് പോയത്. വേറെ എവിടെയും പോയില്ല. നിയർ ബൈ ഹൈപ്പർ മാർക്കറ്റ് ക്ലോസ് ആയിരുന്നു. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. പുതിയൊരു വീഡിയോ കാണുന്നവരെ ബൈ.